കാളിദാസൻ വീണ്ടും ശ്രദ്ധിച്ചു. സമസ്യാപൂരണത്തിൽ നിപുണരായവർക്ക് മഹാരാജൻ വിക്രമാദിത്യൻ്റെ പാരിതോഷികം നാളെ രാവിലെ രാജസദസ്സിൽ. ടം ടം ടടം ടം ടടടം ടടം ട. വീണ്ടും ശ്രദ്ധിച്ചു. ഒരു പ്രഖ്യാപനത്തിനവസാനം പോലും അവർ ആ താളം തെറ്റിക്കുന്നില്ല. മഹാരാജാവിനെ പോലെ അവരും കലാനിപുണർ തന്നെ. ടം ടം ടടം ടം ടടടം ടടം ട. ആ താളവുമായി ബന്ധപ്പെടുവാൻ യുക്തമായ ഒരു ആശയവും മനസ്സിലുയർന്നു വന്നില്ല. പലതും തോന്നിയെങ്കിലും അതൊന്നും നല്ല ഒരു ശ്ലോകത്തിന് രൂപം കൊടുക്കാൻ പറ്റിയെന്നു തോന്നുന്നില്ല. കാളിദാസൻ അവിടം വിട്ടുപോയില്ല. ക്ഷേത്രത്തിനടുത്ത് ആലിൻ ചുവട്ടിൽ ആ താളത്തിൽ മനസ്സുറപ്പിച്ചു. തൻ്റെ മനസ്സിലും മസ്തിഷ്കത്തിലും അത് മുഴങ്ങുന്നു. എവിടെയോ കേട്ട ഒരു താളത്തിന് അതിന് വളരെ സാമ്യമുണ്ടെന്ന തോന്നൽ മനസ്സിൽ രൂപം കൊണ്ടു. തൻ്റെ ഓർമ്മയിലെവിടെയോ ഈ താളം മുഴങ്ങുന്നുണ്ട്. സമയം കടന്നു പോകുന്നതിനൊപ്പം ആ തോന്നൽ ശക്തി പ്രാപിക്കുന്നുവെന്ന് ബോധ്യമായി. പക്ഷേ എവിടെയും അത് എത്തിച്ചുറപ്പിക്കാൻ കഴിഞ്ഞില്ല. മനസ്സ് പരതിക്കൊണ്ടേയിരുന്നു. ആലോചന എങ്ങും എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് നടന്നു അലക്ഷ്യമായി. എത്തിയത് ഗംഭീരാ നദിയുടെ തീരത്താണ്. ഗംഭീരാ നദിയും ഉജ്ജയിനിയുടെ ജനജീവിതത്തിൻ്റെ ഭാഗമാണ്. നല്ല സംരക്ഷണം ലഭിക്കുന്ന കടവുകളും തീരപ്രദേശവും ശാന്തമായി ഒഴുകുന്ന നദി. വളരെ ആഴമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാവണം ഗാംഭീര്യം ദർശിച്ച് ആളുകൾ ഗംഭീര എന്ന് വിളിക്കുന്നത്. വളരെ നേരം അവിടെ ഗംഭീരയുടെ ആഴങ്ങളിൽ മിഴിയൂന്നിയിരുന്നു. അടിയിൽ ഉരുളൻ കല്ലുകളും അവയെ തൊട്ടുരുമി നീങ്ങുന്ന മത്സ്യങ്ങളും വ്യക്തമായി കാണാം. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റു നടന്നു. എത്രയെത്ര നാഴികകൾ നടന്നുവെന്ന് ശ്രദ്ധിച്ചതേയില്ല. പഥികൾക്ക് പുഷ്പാഭിഷേകമേകുന്ന തരുക്കളും വല്ലികളും തണൽ വിരിക്കുന്ന പാതകൾ, തിലകവൃക്ഷങ്ങളും അഗ്നി പടർത്തുന്ന പോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന അശോകമരങ്ങളും ഫലങ്ങളുടെ ഭാരം കൊണ്ട് ശിരസ്സു കുനിച്ചു നിൽക്കുന്ന അമ്രവൃക്ഷങ്ങളും വളരെയേറെ. വാണിജ്യ സ്ഥലങ്ങൾ പോലും വൃത്തിയായി സജ്ജീകരിച്ചിരിക്കുന്നു. ലോകമെങ്ങുമുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാകുമെന്നു തോന്നി. പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം കണ്ട സാധനങ്ങളെല്ലാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നുവെന്നത് ഈ നഗരത്തിൻ്റെ മഹത്വം തന്നെയാണ്. വിശാലമായ നാൽക്കവലകൾ. ആളുകളുടെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയും തെളിഞ്ഞു കാണാം. പല ദേശത്തു നിന്നും യാത്രക്കാരും കച്ചവടക്കാരുമെല്ലാം വന്നു പോകുന്നതുകൊണ്ടാകാം തൻ്റെ മേൽ ആളുകളുടെ ശ്രദ്ധ വിശേഷിച്ച് പതിയുന്നതായി തോന്നിയില്ല. അസ്തമയമായതുകൊണ്ട് വിപണി പിരിഞ്ഞു പോകാൻ സമയമായി എന്നറിയിക്കുന്ന മണി മുഴങ്ങി. അതിനുശേഷം കച്ചവടത്തിനും മറ്റും ആളുകളെ അനുവദിക്കില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ദീപയഷ്ടികൾ പാതകളിലും ആഭരണങ്ങളിലും പ്രകാശം ചൊരിഞ്ഞു. അവ സ്ഥാപിക്കാനുള്ള ആളുകൾ നിയുക്തരായിരുന്നു. രാജഭടന്മാരും ചിട്ടയോടെ ചിലയിടങ്ങളിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു. അവരുടെ സാന്നിധ്യം ആളുകളെ അച്ചടക്കം ശീലിപ്പിച്ചിരിക്കുന്നുവെന്നു വ്യക്തമായി കാണാം. അവർ ക്രമസമാധാനത്തിനു മാത്രമല്ല, ആളുകളെ പല കാര്യത്തിലും സഹായിക്കാൻ കൂടിയാണ് നിയുക്തരായിരിക്കുന്നത്. അതല്ലെങ്കിൽ സേവന മനോഭാവം അവരിൽ സ്വതവേ ഉണ്ടായിരിക്കണം. വെറുതെയല്ല ഉജ്ജയിനി കീർത്തികേട്ട നഗരമായത്. പലയിടത്തും ചുറ്റിക്കറങ്ങി വീണ്ടും ക്ഷിപ്രയുടെ തീരത്താണ് വന്നെത്തിയത്. ശിലാതലങ്ങളിൽ നദിയുടെ പ്രവാഹങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ക്ഷിപ്ര മാളവത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള തൻ്റെ ഗ്രാമത്തിൽ നിന്നും തന്നെ കൈപിടിച്ച് യാത്രയാക്കിയ ക്ഷിപ്ര താൻ എത്തിയത് ചമ്പയിൽ. ഋഷി ശാലിഭദ്രനും കാശിയുടെ പ്രാന്തത്തിലുള്ള കാളിക്ഷേത്രവും അവിടുത്തെ പൂജാരി ശിവസോമനുമെല്ലാം മനസ്സിൽ തെളിഞ്ഞു. പെട്ടെന്ന് മനോഹരമായ ഒരു പുഞ്ചിരി ഓർമ്മ വന്നു മാലിനി. കാളിദാസൻ്റെ ചിന്തകൾ പെരുമ്പറയുടെ ഓളം വിട്ട് കാളിക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. തനിക്ക് ജ്ഞാനമേകിയ അമ്മ ശംഭുവായിരുന്ന താൻ ചമ്പയിലെത്തിയപ്പോൾ കാളിദാസനായി. എത്രയെത്ര സംഭവങ്ങൾ! തനിക്ക് ശാലിഭദ്രൻ എന്ന സന്യാസിയെ പരിചയപ്പെടാൻ സാധിച്ചു. കാളിക്ഷേത്രത്തിലെ പൂജാരി ശിവസോമൻ, പൂജാരിയുടെ മകൾ മാലിനി. മനസ്സിൽ പെരുമ്പറയുടെ താളം മുഴങ്ങി. അതെ, താൻ ആ താളം കേട്ടത് ചമ്പയിൽ വച്ചായിരുന്നു. അന്ന് രാമലീലയുടെ ആഘോഷമായിരുന്നു ചമ്പയിൽ. കാളിദാസൻ ഓർത്തു. ക്ഷേത്രാങ്കണത്തിൽ രാമകഥ അവതരിപ്പിക്കുകയായിരുന്നു. രാമാഭിഷേക രംഗം അവതരിപ്പിക്കാറായപ്പോഴാണ്
അഭിഷേക രംഗത്തിനു വേണ്ട അഭിഷേകജലം കൊണ്ടുവന്നില്ലല്ലോ എന്നോർത്തത്. പെട്ടെന്ന് മാലിനിയെ പറഞ്ഞു വിട്ടു ജലം കൊണ്ടുവരാൻ. ക്ഷേത്രത്തിനടുത്തുണ്ടായിരുന്ന കുളത്തിൽ നിന്നും ജലം കോരി പടി കയറി വരവേ മാലിനിയുടെ കയ്യിൽ നിന്നും കുടം താഴെ വീണു. ടം! ജലത്തിൻ്റെ ഭാരം കൊണ്ട് അത് മുഴങ്ങിക്കേട്ടു. പക്ഷേ ജലം നിറഞ്ഞിരുന്നതുകൊണ്ട് അതിൻ്റെ മുഴക്കം വൈശിഷ്ട്യമാർന്നതായിരുന്നു. പിന്നെ താളാത്മകമായി കുടം താഴേക്കുരുണ്ടു. പെട്ടെന്ന് മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന പെരുമ്പറയുടെ ശബ്ദവുമായി അത് ലയിച്ചു ചേരുന്നത് വ്യക്തമായി കാളിദാസന് അനുഭവപ്പെട്ടു. ആ രംഗം മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. മാലിനിയുടെ കയ്യിൽ നിന്നും തേച്ചു മിനുക്കി സ്വർണവർണ്ണമാനമായ പിത്തളക്കുടം ജലത്തോടെ താഴേക്ക് വീണു. ആ വീഴ്ചയുടെ ശബ്ദം ഡം! പക്ഷേ ആ കുടം അത് വീണ പടിയിൽ നിന്നില്ല. ഡം ഡം ശബ്ദത്തോടെ പടികൾ കടന്ന് ഒരു നിമിഷം നിന്നു. കുറച്ച് വെള്ളം പുറത്തൊഴുകി. ടഡം ഡം! പിന്നീട് 3 പടികൾ കടന്നാണ് നിന്നത്. വെള്ളം കുറച്ചുകൂടി പുറത്തേക്കൊഴുകി. അവിടെ നിൽക്കാതെ വീണ്ടും ടഡം ഡം ശബ്ദത്തോടെ അടുത്ത 3 പടികൾ കൂടി കടന്നു നിന്നു. വെള്ളം മുക്കാലും പുറത്തേക്കൊഴുകിക്കഴിഞ്ഞു. വക്ക് നിലത്തു മുട്ടി ഒന്നുകൂടി ഉരുണ്ട് ടഡം ഡാ ശബ്ദത്തോടെ 3 പടികൾ കൂടി കടന്ന് നിലത്തെത്തി കറങ്ങി നിന്നു. ആ വീഴ്ചയുടെ മുഴക്കം ടം ഡം ടഡം ഡം ടഡഡം ടഡം ഡാ. അതെ, അതിന് ഈ പരമ്പരയുടെ താളമായിരുന്നു. മുഴക്കത്തിന് വ്യത്യാസമുണ്ടെങ്കിലും വളരെ സാമ്യം തോന്നിക്കുന്ന താളം. അറിയാതെ സമസ്യ പൂർത്തിയാക്കപ്പെട്ടു. രാമാഭിഷേകത്തിന് ജലമെടുക്കാൻ പോകുന്ന പെൺകുട്ടി ജലവുമായി വരുന്നു. കുടം താഴെ വീണ് പടികളിലൂടെ ഉരുളുന്നു. ടം ഡം ടഡം ഡം ടഡഡം ടഡം ഡാ. വേണ്ട, ഇത് താളിയോലകളിൽ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമില്ല. തൻ്റെ മനസ്സിൽ ആ താളം വ്യക്തമായി രേഖപ്പെട്ടിരിക്കുന്നു. തിരികെ സത്രത്തിലേക്ക് നടക്കുമ്പോൾ കാളിദാസൻ്റെ മനസ്സ് തീർത്തും ശാന്തമായിരുന്നു. മഹാരാജാവ് പ്രഖ്യാപിച്ച സമസ്യയ്ക്ക് ഇതിനേക്കാൾ നല്ല ഒരു പൂർത്തീകരണം ആരാലും സാധ്യമാവില്ല. എന്തായാലും തന്നെക്കൊണ്ട് ഇതിലും നല്ല ഒരു ശ്ലോകം ചമയ്ക്കാനാവില്ല. നാളെ രാജസദസ്സിലേക്ക് പോവുക തന്നെ. ഉജ്ജയിനിയിലെ രാജസദസ്സ് അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. കേട്ടറിയും പോലെ മഹാരാജാവ് വാസ്തവത്തിൽ സഹൃദയനാണെങ്കിൽ ഇതിനെ അംഗീകരിക്കുമെന്നാണ് മനസ്സു പറയുന്നത്. പിറ്റേന്ന് പ്രഭാതത്തിൽ വീണ്ടും മഹാകാലേശ്വരനെ വണങ്ങി കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് നടന്നു.